യേശുമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പൗലോസ് ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 10-ാം തിരുവചനം. പാവങ്ങളെപ്പറ്റി ചിന്ത വേണം എന്ന് മാത്രമേ അവർ ഞങ്ങളോട് ആവശ്യപ്പെട്ടുള്ളൂ. അതുതന്നെയാണ് എൻ്റെയും തീവ്രമായ താല്പര്യം. പൗലോസ് 14 വർഷത്തിന് ശേഷം ബാർണബാസിനെയും തീത്തോസിനെയും കൂട്ടി ജെറൂസലമിലേക്ക് പോയി ശിഷ്യപ്രമുഖന്മാരെ കണ്ടു. പത്രോസ്, യാക്കോബ്, യോഹന്നാനെ ശിഷ്യപ്രമുഖന്മാരെ കണ്ട് ചർച്ച നടത്തിയതിന് ശേഷം പൗലോസ് പറയുന്നതാണ്, അവർ ഞങ്ങളോട് ഒറ്റ കാര്യമേ ആവശ്യപ്പെട്ടുള്ളൂ, ശുശ്രൂഷയിൽ പാവങ്ങളെപ്പറ്റി ചിന്ത വേണം എന്ന് മാത്രമേ അവർ ഞങ്ങളോട് ആവശ്യപ്പെട്ടുള്ളൂ. അപ്പോൾ പൗലോസ് പറയാണ്, അതുതന്നെയാണ് എൻ്റെയും തീവ്രമായ താല്പര്യം. ഒരിക്കൽ ഞാനും ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയിലുള്ള ഒരു സുഹൃത്തും കൂടെ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനായിട്ട് കയറി. അവിടെ ഒരു അമ്മച്ചി തൻ്റെ ഒരു ചെറിയ മകനെ കൊണ്ടുവന്നു. അവരൊരു പൊറോട്ട പറഞ്ഞു. സപ്ലയർ പൊറോട്ട തന്നിട്ട് തിരിച്ചുപോയി. അമ്മച്ചിയുടെ അടുത്തേക്ക് സപ്ലയർ വന്ന് ചോദിച്ചു, എന്താ കറി വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മച്ചി പെട്ടെന്ന് ഈ പ്ലേറ്റ് എടുത്ത് ഉയർത്തി കാട്ടിയിട്ട് പറഞ്ഞു, ഈ പൊറോട്ടയിൽ കുറച്ച് ചാറൊഴിച്ച് തന്നാൽ മതി. പെട്ടെന്ന് സപ്ലയർ ആ അമ്മച്ചിയോട് ദേഷ്യപ്പെട്ടു, എന്നാൽ നിങ്ങൾക്കിത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ, വെറുതെ മനുഷ്യനെ നടത്തിക്കാൻ. ഇത് ഉറക്കെയാണ് പറഞ്ഞത്, എല്ലാവരും കേട്ടു. അപ്പോൾ പാവപ്പെട്ട അമ്മച്ചിയാണ്. അവർക്കത് പണമില്ലാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം, മകന് മാത്രം ഒരു പൊറോട്ട. കൊളോസ്സർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായം 6-ാം തിരുവചനം, നിങ്ങളുടെ സംസാരം എപ്പോഴും കരുണാമസരണവും ഹൃദ്യവുമായിരിക്കട്ടെ, ഓരോരുത്തരോടും എങ്ങനെ മറുപടി പറയണമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പം നമുക്ക് മനുഷ്യരാണ്, എപ്പോഴും കരുണയോടെയോ കോപമില്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് തെറ്റുകൾ പറ്റാം, കോപിക്കാം, ദേഷ്യപ്പെടാം, വെറുപ്പ് കടന്നു വന്നെന്ന് വരാം, മനുഷ്യരാണ്. എന്നാലും പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കും, ചെയ്തത് നമുക്ക് ബോധ്യം തരും, അത് തെറ്റാണ്. പരിശുദ്ധാത്മാവാണ് നമുക്ക് ഈ ബോധ്യം തരുന്നത്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൽ പറഞ്ഞു, 16:8, അവൻ വരുമ്പോൾ, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നീതിയെക്കുറിച്ചും പാപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തി നിങ്ങളോട് സംസാരിക്കും. പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് എത്രയൊക്കെ പാപമുണ്ട്, ഏതൊക്കെ പാപമാണ് വിശുദ്ധ കുമ്പസാരത്തിൽ പറയേണ്ടതെന്ന് ബോധ്യം നമുക്ക് തരുന്നത്. പരിശുദ്ധാത്മാവിന് ബോധ്യം തരുന്ന നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും എല്ലാം പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് ബോധ്യം തരുന്നത്. എൻ്റെ ഭാര്യയുടെ ഒരു കൂട്ടുകാരി, അവര് ടീച്ചറാണ്. അവര് സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ അവർക്ക് 300 സാരിയുണ്ട്. എൻ്റെ ഭാര്യയോട് എപ്പോഴും പറയും, 300 സാരിയുണ്ട്. ഒരു ദിവസം ഒരൊറ്റ സാരി അവർ കൊടുക്കുള്ളൂ, പിന്നെ ആ വർഷത്തിൽ ആ സാരി കൊടുക്കില്ല. കാരണം അത്രമാത്രം സാരി അവർക്കുണ്ട്. ഒരു ദിവസം കൊടുത്താൽ മതി ഒരെണ്ണം, പിന്നെ അത് കാണില്ല. ഞാൻ ആലോചിക്കുക എത്രമാത്രം സ്പേസ് വേണം അതെല്ലാം അടുക്കി ഒന്ന് വെക്കാനായിട്ട്. ഇവിടെ ലൂക്കായുടെ സുവിശേഷത്തിൽ 3-ാം അധ്യായം 11-ാം തിരുവചനം, ലൂക്കാ 3:11, സ്നാപയോഹന്നാന്റെ അടുത്ത് ജനക്കൂട്ടം വന്ന് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? സ്നാപയോഹന്നാൻ പറഞ്ഞു, നിങ്ങൾ 2 ഉടുപ്പ് ഉള്ളവൻ 1 ഇല്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണം ഉള്ളവനും അങ്ങനെ തന്നെ ചെയ്യട്ടെ. സ്നാപയോഹന്നാൻ ദൈവിക ദർശനമാണ് പറഞ്ഞത്, നിങ്ങൾക്കുള്ളത് മറ്റുള്ളവർക്ക് നൽകുക. ലൂക്കാ 6:38 പറഞ്ഞു, കൊടുക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, കൊടുക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അമർത്തി കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിലിട്ട് തരും. ലൂക്കാ 6:38 പറഞ്ഞ് കർത്താവിൻ്റെ ശക്തമായ വചനമാണ്, നിങ്ങൾ എന്ത് കൊടുക്കുന്നു അത് നിങ്ങൾക്ക് അമർത്തി കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിലിട്ട് തരും. ഈ വചനം സത്യമാണ്, വിശ്വാസയോഗ്യമാണ്, അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഈശോയുടെ കൂട്ടുകാർ, ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഈശോയുടെ കൂട്ടുകാരൊക്കെയാണ്, ഈശോ ആരൊക്കെയായിട്ടാണ് ഈശോ കൂടുതൽ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത്? ഈശോ അന്ധന്, ബധിരന്, മൂകന്, പിശാചുബാധിതന്, പാപിനിയായ സ്ത്രീയെ, ഈശോ ബന്ധപ്പെടുന്ന വ്യക്തികളെല്ലാം സമൂഹത്തിൽ താഴെത്തട്ടിലുള്ളവർ. ഈശോയ്ക്ക് പക്ഷപാതമില്ല, പാവപ്പെട്ടവർക്ക് പക്ഷപാതമില്ല. യാക്കോബ് ലേഖനത്തിൽ പറയുന്നുണ്ട് പക്ഷപാതത്തെക്കുറിച്ച്, 2-ാം അധ്യായം 2-ാം തിരുവചനം, യാക്കോബ് 2:2, നിങ്ങളുടെ സംഘത്തിലേക്ക് സ്വർണ്ണ മോതിരമണിഞ്ഞ് മൂടിയായി വസ്ത്രം ധരിച്ച ഒരുവൻ പ്രവേശിച്ചു വന്നിരിക്കട്ടെ, മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരു ദരിദ്രനും പ്രവേശിച്ചു വന്നിരിക്കട്ടെ. നിങ്ങൾ മൂടിയായി വസ്ത്രം ധരിച്ചവനെ നോക്കി ഇവിടെ സുഖമായി ഇരിക്കുക എന്ന് പറയുന്നു, പാവപ്പെട്ടവനോട് അവിടെ നിൽക്കുക എന്നോ എൻ്റെ പാദപീഠത്തിനടുത്ത് ഇരിക്കുക എന്നോ പറയുന്നു. യാക്കോബ് പറയുന്നത് നിങ്ങൾ പക്ഷപാതം കാണിക്കുന്നു. നമ്മുടെ ഇടവക കൂട്ടായ്മയിലോ
വാർഡ് പ്രാർത്ഥനയുടെ കൂട്ടായ്മയിലോ നമ്മുടെ മറ്റു കൂട്ടായ്മ ഏത് കൂട്ടായ്മ ആയിക്കോട്ടെ അവിടെ നമ്മൾ ഈ പക്ഷപാതം കാണിക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ 14-ാം അധ്യായത്തിൽ 6-ാം തിരുവചനം, സങ്കീർത്തനം 14:6 കർത്താവ് ശക്തമായിട്ട് പറഞ്ഞു, നിങ്ങൾ ദരിദ്രന്റെ പ്രതീക്ഷകളെ തകർക്കാൻ നോക്കും, എന്നാൽ കർത്താവ് അവന് അഭയമായുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ ദരിദ്രന്റെ പ്രതീക്ഷകളെ തകർക്കാൻ നോക്കും, എന്നാൽ കർത്താവ് അവന് അഭയമായുണ്ട്. സങ്കീർത്തനം 14:6. കർത്താവിന്റെ വലിയ ശക്തമായൊരു വചനമാണ്. പാവപ്പെട്ടവനെ നിങ്ങൾ പക്ഷപാതത്തിൽ മാറ്റി നിർത്തരുത്. അവനെ പരിഗണിക്കണം, അവന്റെ വേദനകളിലേക്ക് ചെല്ലണം. ഈശോ ഒരു വ്യക്തിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരാളാണ്. ഈശോ ഒരൊറ്റ വ്യക്തിക്ക് വേണ്ടി. സമരിയാക്കാരി സ്ത്രീ, ഒരൊറ്റ വ്യക്തിയെ നേടാൻ ഈശോ കാത്തു നിൽക്കുവാണ്. ഈശോ തന്റെ ജ്ഞാനത്താൽ തിരിച്ചറിഞ്ഞു, നട്ടുച്ച നേരത്തെ അവൾ വെള്ളം കോരാൻ വരും. അവൾക്ക് അവളുടേതായ ബുദ്ധിമുട്ടുണ്ട്, പാവത്തിലാണ് ജീവിക്കുന്നതെങ്കിലും അവളെ നേടാൻ കർത്താവ് ആഗ്രഹിച്ചു. അവൾ സമൂഹത്തിൽ ഒറ്റപ്പെട്ടതായിരിക്കാം, അത് നട്ടുച്ചയ്ക്ക് വരുന്നത്, ആരും കാണാതിരിക്കാനായിരിക്കാം. ഈശോ തന്റെ ജ്ഞാനത്താൽ തിരിച്ചറിഞ്ഞു, ശിഷ്യന്മാരെല്ലാം ഒന്നുകിൽ ഈശോ പറഞ്ഞയച്ചതാകാം ഭക്ഷണം വാങ്ങാൻ. കാരണം അവളുടെ സംസാരിക്കുമ്പോൾ അവളുടെ പ്രൈവസിയെ മുറിപ്പെടുത്താൻ കർത്താവ് ആഗ്രഹിച്ചില്ല. അവളുടെ സ്വകാര്യ ദുഃഖങ്ങളെ, വേദനകളെ കർത്താവ് മാത്രം കേൾക്കുവാനായിട്ടാണ് ഈശോ ആഗ്രഹിച്ചത്. അവളെ ആത്മീയ ഉന്നതിയിലേക്ക് നയിക്കാൻ ഈശോ ആഗ്രഹിച്ചു. ഈശോ അങ്ങനെ ആരെയും മുറിപ്പെടുത്തില്ല. നമ്മളൊക്കെ പലരെയും കാണുമ്പോൾ മറ്റുള്ളവർ കേൾക്കാൻ വേണ്ടി അവരെ മുറിപ്പെടുത്തുമ്പോൾ നമുക്കൊരു സുഖമാണ് കിട്ടുന്നത്. മറ്റുള്ളവർ കേൾക്കുകയാണ് നമ്മൾ അവരോട് ചോദിക്കുന്നത്. ഈശോ അങ്ങനെയല്ല. സമരിയാക്കാരി സ്ത്രീയെ ഈശോ നേടിയത് അങ്ങനെയാണ്. ഹല്ലേലൂയ. ഒറ്റയ്ക്ക് ഒരു വ്യക്തിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ഈശോ. ഒരു കുഷ്ഠരോഗി, മത്തായി സുവിശേഷം 8-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. ഒരു കുഷ്ഠരോഗി, ഈശോയെ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. വിളിച്ചു ചോദിക്കൂ. ഓൺ ദ സ്പോട്ടിൽ ഈശോ പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, എനിക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. ആര് വിളിക്കുന്നോ ആ വിളിക്കുന്ന വ്യക്തിയുടെ അടുത്തേക്ക് ഈശോ വരും. നമ്മൾക്കൊക്കെ ഒത്തിരി കാഹളം മുഴക്കി ഒത്തിരി ഘോഷമായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ നിൽക്കൂ. ഒരു വ്യക്തിക്ക് വേണ്ടി ഈശോ നിൽക്കുന്നുണ്ട്, ഒരൊറ്റ വ്യക്തിക്ക് വേണ്ടി. അതാണ് മർക്കോസിന്റെ സുവിശേഷത്തിൽ 10-ാം അധ്യായം എന്നെ ഏറ്റവും കൂടുതൽ കരയിച്ചിട്ടുള്ള ഒരു ഭാഗമാണ്. 46 മുതലുള്ള വചനങ്ങൾ. അന്ധനായ ബർത്തിമേയൂസിന് കാഴ്ച നൽകുന്ന ഒരു സംഭവം. തിമേയൂസിന്റെ പുത്രനായ ബർത്തിമേയൂസ് ഈശോ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ, ജെറിക്കോയിൽ ഈശോ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൻ ഉറക്കെ വിളിക്കുകയാണ്, ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ, ദാവീദിന്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ. ഈശോ വരുന്നത് വലിയ ജനക്കൂട്ടത്തോ ജനാവലിയോടും ശിഷ്യന്മാരോടോ പോയി ഈശോ വരുന്നത്. ആ സമയത്ത് ഒരു സ്വരം പിന്നിൽ നിന്ന് ഈശോയ്ക്ക് മനസ്സിലായി, അത് വിശ്വാസത്തിന്റെ ഒരു സ്വരമാണ്. എവിടെ നിന്നാണോ, ഏത് കോണിൽ നിന്നാണോ വിശ്വാസത്തിന്റെ ഒരു സ്വരം വീരുന്നത്, ഈശോ അവിടെ നിൽക്കും. ഈശോ പറഞ്ഞു, അവനെ വിളിക്ക്. ഇത്രയും നേരം ശകാരിച്ചു കൊണ്ടിരുന്ന, കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന, ദേഷ്യപ്പെട്ടവനോട് മിണ്ടാതിരിട എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തികൾ അവനെ എണീപ്പിച്ച് അവനെ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. ആരോ അവനെ സഹായിച്ചിട്ടുണ്ട്. ജനക്കൂട്ടത്തിനിടയിലൂടെ ഈശോയുടെ അടുത്തേക്ക് അവനെ തന്നിട്ട് ആരൊക്കെ അവനെ സഹായിച്ചിട്ടുണ്ട്. ഈശോ വില കൊടുത്തപ്പോൾ മറ്റുള്ളവരും അവന് വില കൊടുത്തു. മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞപ്പോഴൊന്നും അവൻ നിർത്തിയില്ല. അവൻ ഉച്ചത്തിൽ വീണ്ടും വിളിച്ചു. കാരണം അവനെ കേട്ടിട്ട് മടുത്തിട്ടുള്ളത് കുത്തുവാക്കും അവഗണനയും ശകാരങ്ങളും വർഷങ്ങളോളം കേട്ടിട്ടുള്ളവനാണ്. ഒറ്റപ്പെട്ടവനാണ്, വേദനയുള്ളവനാണ്. ഹൃദയത്തിന്റെ വേദന കർത്താവ് കണ്ടു. ഈശോ പറഞ്ഞ അവനെ വിളിക്കുക. ഈശോ അടുത്തെത്തിയപ്പോൾ ഈശോ എല്ലാവരോടും ചോദിക്കുന്ന, സുവിശേഷങ്ങളെ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യം ഈശോ ചോദിച്ചു, ഞാൻ എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, കർത്താവേ എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. പുറങ്കുപ്പായൊക്കെ വലിച്ചെറിഞ്ഞിട്ട് അവൻ ഓടിച്ചില്ലെന്നത്. ഈശോ പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരുത്തി, പോയിക്കൊള്ളുക. ഒറ്റ വാക്ക്, നിനക്ക് വിശ്വാസമുണ്ടോ? ആ വിളിയിൽ ഈശോ തിരിച്ചറിഞ്ഞു, വിശ്വാസവും അഗാധമായ അത്യഗാധമായ ആഗ്രഹവും ഒപ്പം കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈശോ മത്തായി സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൽ ഈശോ പറഞ്ഞു, ഇതുപോലുള്ള വിശ്വാസം ഇസ്രായേലിൽ ഒരുവനിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. ആര് വിശ്വസിക്കുന്നുവോ, ആരാഗ്രഹിക്കുന്നുവോ അവിടെ ഈശോ നിൽക്കും. അവന് വേണ്ടത് ഈശോ നൽകും. ഒരു വ്യക്തിക്ക് വേണ്ടി കടന്നു വരുന്ന ഈശോ. ഇത് തന്നെയാണ് ഈ വിശുദ്ധ ബേസിൽ പറയുന്നുണ്ട്. വിശുദ്ധ ബേസിൽ സഭാപണ്ഡിതനാണ്. ബേസിൽ പറയുന്നു, നിങ്ങളുടെ പക്കൽ ഉപയോഗിക്കാതിരിക്കുന്ന അപ്പം അത് വിശക്കുന്നവർക്കുള്ളതാണ്. ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്ന വസ്ത്രം അത് നഗ്നർക്കുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കാതെ ധരിക്കാതെ വെച്ചിരിക്കുന്ന പാദരക്ഷകൾ അതില്ലാത്തവർക്കുള്ളതാണ്.
വിശുദ്ധ ബേസിൽ പറയുന്നതാണ്. നിങ്ങൾ പൂട്ടിവെച്ചിരിക്കുന്ന പണം അത് ദരിദ്രർക്കുള്ളതാണ്. പ്രഭാഷകൻ 11:21 തിരുവചനം, ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒറ്റ നിമിഷം മതി. വിശ്വസിക്കുക, നിന്റെ വേദന എല്ലാം കർത്താവിനോട് തുറന്നു പറയുക. ദൈവം നിന്നെ അനുഗ്രഹിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.